ഹലോ എത്തിയോ? എവിടെയാടാ? ഞാനിവിടെ റോട്ടറി ലൈനിലുണ്ട്. റോട്ടിൽ കയറുന്നുണ്ടോ? അതെന്തത്? നീ ഇപ്പൊ എവിടെ എത്തി? ഞാനിതാ തൊണ്ടയാട് പാലത്തിന്റെ അടുത്തുണ്ട്. ഓക്കെ, അവിടുന്ന് സ്ട്രൈറ്റിങ് വന്നാ. ഇതാ ഞാൻ ഇതിപ്പം വരുന്ന കേട്ടോ. ഓക്കെ, ശരി എന്നാ. ബൈ ബൈ. ഇതാണോ നീ പറഞ്ഞ റോട്ടറി അല്ലല്ലോ? ഇത് വെറൊരു ജംഗ്ഷൻ എന്ന് പറഞ്ഞ പോലെ. എടാ, ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കുറെ ജംഗ്ഷൻ ഉണ്ട്. നീ ഇപ്പൊ വന്ന വഴി കുറെ ജംഗ്ഷൻ കണ്ടിട്ടുണ്ടാവും. നീ തൊണ്ടയാട് ജംഗ്ഷൻ എടുത്ത് വന്നല്ലേ പറഞ്ഞേ? അവിടെ ഒരു ഫ്ലൈ ഓവർ ഇല്ലേ? താഴേക്കൂടെ റോഡും മുകളിലൂടെ വേറെ റോഡും അല്ലേ? അത് ഗ്രേഡ് സെപ്പറേറ്റഡ് ഇന്റർസെക്ഷനാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോട്ടറി ഐലൻഡ് എന്ന് പറയും. റൗണ്ട് അബൌട്ട് എന്നൊക്കെ വിളിക്കാം. പക്ഷേ വെഹിക്കിൾ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കറങ്ങിയിട്ടായിരിക്കും പുറത്തേക്ക് പോവാം. ജംഗ്ഷനിൽ എല്ലാ വെഹിക്കിൾസും വന്ന് ഒരുമിച്ച് കണക്ട് ചെയ്യല്ലേ? എടാ, അപ്പൊ ഇത് തന്നെയല്ലേ നമ്മുടെ മെഡിക്കൽ കോളേജിന്റെ ഫ്രണ്ടിലുള്ളത്? ഇത് തന്നെ, കറക്റ്റ്. അപ്പൊ എന്തുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഒരു സിഗ്നൽ കൊടുക്കാൻ പറ്റാത്തത്? അതിലൊരു കാര്യമുണ്ട്, ബാ പറഞ്ഞുതരാം. ഇപ്പൊ വെഹിക്കിൾസ് ഒക്കെ കുറവാണെങ്കിൽ അൺകൺട്രോൾഡ് ഇന്റർസെക്ഷൻ ആയിട്ടാണ് കൊടുക്കുക. അതായത് പ്രത്യേകിച്ച് യാതൊരു കൺട്രോളും ഇല്ല, വെഹിക്കിൾസ് തന്നെ ഡ്രൈവേഴ്സ് തന്നെ കൺട്രോൾ ചെയ്ത് പോയിക്കോളും. പിന്നെ ട്രാഫിക് ഒരുപാട് കൂടുതലാണെങ്കിലാണ് നീ പറഞ്ഞ സിഗ്നൽ നമ്മൾ കൊടുക്കുക. വെഹിക്കിൾസ് ഒരുപാട് വരുന്ന സമയത്ത് അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷെ ഇവിടേക്ക് ഇപ്പോൾ വെഹിക്കിൾസ് ഒരു മീഡിയം റേഞ്ചിലല്ലേ, അപ്പോഴേക്കാണ് നമ്മളിവിടെ റൗണ്ട് അബൌട്ട് അല്ലെങ്കിൽ റോട്ടറി ഐലൻഡ് കൊടുക്കുന്നത്. പക്ഷേ സ്പീഡ് വളരെ കുറവാണല്ലോ. സ്പീഡ് കുറവായിരിക്കും, കാരണം ഉണ്ട് നമുക്ക് സാധാരണ സ്ട്രേറ്റ് റോഡൊക്കെ ഡിസൈൻ ചെയ്യാം ഹൈ സ്പീഡിലായിരിക്കും. നാഷണൽ ഹൈവേയും സ്റ്റേറ്റ് ഹൈവേ ഒക്കെ ഡിസൈൻ ചെയ്യുന്ന ഒരു 80-100 കിലോമീറ്റർ പെർ അവറിലൊക്കെയാണ്. പക്ഷെ റൗണ്ട് അബൌട്ട് ഡിസൈൻ ചെയ്യുന്ന ഒരു 30 to 40 കിലോമീറ്റർ പെർ അവർ പ്രകാരമാണ് IRC പ്രകാരം. വരുന്ന വെഹിക്കിൾസ് ഒക്കെ അവർക്ക് ആ വന്ന സ്പീഡിൽ തന്നെ ഒരിക്കലും പോകാൻ പറ്റും. സ്പീഡ് കുറച്ച് ടേൺ ചെയ്തിട്ട് വേണം പോകാൻ. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിച്ചോ, അവരൊക്കെ ടേൺ ചെയ്യുന്ന ഡയറക്ഷൻ ഏതാ ശ്രദ്ധിച്ചോ? ഏതാ? ക്ലോക്ക് വൈസ് ആണ്. ഇന്ത്യയിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മാത്രമേ ഏത് റൗണ്ട് അബൌട്ടിലും നമുക്ക് ടേൺ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ വരുന്ന വെഹിക്കിൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നല്ല ഹൈ സ്പീഡിൽ വരും, പക്ഷെ ഇവിടെ എത്തുമ്പോൾ സ്പീഡ് കുറക്കും. എന്നിട്ട് അവർ ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യും. എവിടെയാണോ അവർക്ക് എക്സിറ്റ് എടുക്കേണ്ടത് അങ്ങോട്ട് അവർ എക്സിറ്റ് എടുക്കും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. നമുക്ക് ഈ ട്രാഫിക് സിഗ്നലൊക്കെ ആകുമ്പോൾ എല്ലാവരും വന്ന് നിർത്തണ്ടേ? റെഡ് സിഗ്നൽ വരുമ്പോൾ പ്രത്യേകിച്ച് റൈറ്റ് ടേണിലൊക്കെ നടത്തണമെങ്കിൽ എന്തായാലും വന്ന് നിർത്തേണ്ടി വരും. അപ്പോൾ റൗണ്ട് അബൌട്ടിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അത് തന്നെയാണ്. വെഹിക്കിൾസിന് നിർത്തേണ്ട കാര്യമില്ല, അവർക്ക് സ്ലോ ഡൗൺ ചെയ്താൽ മാത്രം മതി. എന്നിട്ട് ടേൺ ചെയ്ത് അവർക്ക് വേണ്ട എക്സിറ്റ് എടുക്കാം. അപ്പോൾ ക്രോസിംഗ് കോൺഫ്ലിക്റ്റിനെ ഒഴിവാക്കുന്നുള്ളതും പറഞ്ഞ റൗണ്ട് അബൌട്ടിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പൊ ഈ സെന്റർ ഐലൻഡ് എപ്പോഴും സർക്കിൾ തന്നെ ആയിരിക്കും? സർക്കിൾ തന്നെ ആവണമെന്നില്ല, സർക്കിൾ കൊടുക്കാം, എലിപ്റ്റിക്കൽ കൊടുക്കാം, സ്ക്വയർ ഒന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ ടാൻജൻഷ്യൽ കൊടുക്കാം, പിന്നെ ടർബൈൻ ഷേപ്പും കൊടുക്കാം. ഈ സർക്കുലർ ഒക്കെ കൊടുക്കുന്നതേ നമുക്കിപ്പോൾ ഇവിടെ നോക്കുമ്പോൾ എല്ലാ റോഡും ഏകദേശം ഒരേ ഇമ്പോർട്ടൻസ് തന്നെ അല്ലേ? അപ്പോഴൊക്കെയാണ് ഈ സർക്കുലർ കൊടുക്കുക. പക്ഷെ സർക്കുലറിനേക്കാൾ എഫിഷ്യന്റ് ആയിട്ടുള്ള ഐഡിയൽ ഷേപ്പ് ഓഫ് റോട്ടറി ഉണ്ട്. ഏതാണെന്നറിയാം? ലാസ്റ്റ് പറഞ്ഞ ഷേപ്പ് കേട്ടോ നീ, ടർബൈൻ ഷേപ്പ്. ടർബൈൻ ഷേപ്പാണ് ഐഡിയൽ ഷേപ്പ് ഓഫ് റൗണ്ട് അബൌട്ട്. അപ്പൊ ഈ സർക്കുലറിൽ സെയിം ഇമ്പോർട്ടൻസ് ആയതുകൊണ്ട് വിഡ്ത്ത് എല്ലായിടത്തും സെയിം ആയിരിക്കും? വിഡ്ത്ത് സെയിം ആകണം നിർബന്ധമില്ല. സാധാരണ ഈ കയറി പോകുന്ന സ്ഥലമില്ലേ, അതിന് എൻട്രി വിഡ്ത്ത് എന്ന് പറയും. എൻട്രി വിഡ്ത്ത് സാധാരണ അതിൽ കുറച്ച് കുറവായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ വെഹിക്കിൾസ് ഒരുമിച്ച് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ പൊല്യൂഷൻ നടക്കാൻ ചാൻസ് ഇല്ലേ, അതുകൊണ്ട്. പക്ഷേ എക്സിറ്റ് വിഡ്ത്ത് കൂടുതലായിരിക്കും, കാരണം പെട്ടെന്ന് വെഹിക്കിൾസ് ഇറങ്ങിപ്പോയാൽ മാത്രമേ റൗണ്ട് അബൌട്ട് ഒന്ന് എഫിഷ്യന്റ് ആകാൻ പറ്റുള്ളൂ. അപ്പോൾ IRC പറയുന്നത് എൻട്രി വിഡ്ത്ത് കുറച്ച് എക്സിറ്റ് വിഡ്ത്ത് കൂട്ടണം എന്നാണ്. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഈ റൗണ്ട് അബൌട്ടിന്റെ. അതുകൊണ്ട് നമുക്ക് സമയം കൂടെ നമുക്ക് പോണ്ടേ. വാ.